പൂക്കളിലൊക്കെ പറന്നു നടന്ന് തേനീച്ചകൾ പൂന്തേൻ ശേഖരിക്കുന്നു. പൂവിൽ നിന്ന് തേൻ ഒരിക്കലെങ്കിലും നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് തേൻ പോലെ കുറുകിയതാവില്ല. പഞ്ചസാര വെള്ളത്തിൽ കലക്കിയതുപോലെയും ആവില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന അവസ്ഥ. ഈ പൂന്തേൻ തേനീച്ചയുടെ പ്രയത്നത്താലാണ് രുചികരമായ തേനായി മാറുന്നത്. തേനിന്റെ ഗുണഗണങ്ങൾ ചെറുതൊന്നുമല്ല. മധുരം അധികമായി കഴിക്കുന്നത് നല്ലതല്ല. എന്നാൽ പഞ്ചസാരയേക്കാൾ ഉത്തമം തേൻ തന്നെയാണ്. ധാരാളം പോഷകങ്ങളും ധാതുക്കളും വൈറ്റമിനുകളും തേനിലടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ്. മുറിവും പൊള്ളലും ഉണ്ടായാൽ തേൻ തേക്കുന്നത് നല്ലതാണ്. മുഖത്തിന്റെ ആരോഗ്യത്തിനാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു തേനീച്ചക്കൂട് ചെറിയൊരു രാജ്യം പോലെയാണ്. ഈ രാജ്യത്തിലെ പ്രധാനിയാണ് ക്വീൻ അഥവാ രാജ്ഞി. നമ്മുടെ ഇടയിൽ ഓരോരുത്തർക്കും ഓരോ ജോലികളുണ്ടല്ലോ. ചിലർ പഠിപ്പിക്കുന്നു, ചിലർ ചികിത്സിക്കുന്നു, അങ്ങനെ. അതുപോലെ തേനീച്ചകൾക്കിടയിലും ജോലികൾ വേർതിരിച്ചുണ്ട്. അവിടെ ഓരോരുത്തർക്കും വ്യക്തമായ ജോലിയുണ്ട്. അത് കൃത്യമായി ചെയ്യുന്നതിലാണ് അവരുടെ വിജയം. ക്വീൻ തേനീച്ചയാണ് മുഴുവൻ കോളനിയുടെയും അമ്മ എന്ന് പറയാം. ഒരു കൂട്ടിൽ സാധാരണയായി ഒരു ക്വീൻ മാത്രമേ ഉണ്ടാകൂ. അവളുടെ പ്രധാന ജോലി മുട്ടയിടുന്നതാണ്. അതിനാൽ കോളനിയുടെ നിലനിൽപ്പിന് ക്വീൻ വളരെ പ്രധാനമാണ്. ഈ കൂട്ടിൽ കൂടുതൽ കാണാൻ കഴിയുന്നത് വർക്കർ തേനീച്ചകളെ ആയിരിക്കും. ഇവയെല്ലാം പെൺ തേനീച്ചകളാണ്. ഇവരാണ് പൂക്കളിൽ നിന്ന് പൂന്തേൻ ശേഖരിക്കുന്നത്, അത് കൂട്ടിലേക്ക് കൊണ്ടുവരുന്നത്, കുഞ്ഞുങ്ങളെ നോക്കുന്നത്, കൂട് ശുചിയാക്കുന്നത്, തേൻ ഉണ്ടാക്കുന്നത്, കൂട് കാത്തു സൂക്ഷിക്കുന്നത് തുടങ്ങിയ എല്ലാ ജോലികളും ചെയ്യുന്നത്. ചെറുപ്പത്തിൽ കൂടിനുള്ളിൽ ജോലി ചെയ്യുകയും പ്രായം കൂടുമ്പോൾ പുറത്തുപോയി പൂന്തേൻ ശേഖരിക്കുകയും ചെയ്യും. ഇവരുടെ കഠിന പ്രയത്നമാണ് നമ്മൾ കഴിക്കുന്ന തേൻ. ഇതിലെ ആൺ തേനീച്ചകളെ ഡ്രോൺ എന്നാണ് പറയുന്നത്. ഇവരുടെ പ്രധാന ജോലി ക്വീൻ തേനീച്ചയുമായി കൂട്ടുകൂടി പുതിയ തലമുറയുണ്ടാകാൻ സഹായിക്കുക എന്നതാണ്. ഇവർ പൂന്തേൻ ശേഖരിക്കുകയോ കൂട് പണിയുകയോ ചെയ്യുന്നില്ല. ഡ്രോണുകൾ സാധാരണയായി മഴക്കാലത്തോ ഭക്ഷണക്കുറവുള്ള സമയത്തോ കൂട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാറുണ്ട്. കാരണം അവർക്കായി ഭക്ഷണം ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇങ്ങനെ ക്വീൻ, വർക്കേഴ്സ്, ഡ്രോണുകൾ എന്നിവർ ഓരോരുത്തരും തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനാലാണ് ഒരു തേനീച്ചക്കൂട് വിജയകരമായി പ്രവർത്തിക്കുന്നത്. മനുഷ്യരെ പോലെ ഒന്നുമല്ല തേനീച്ചകളുടെ ജനനം. എഗ്ഗും സ്പേമും കൂടിച്ചേരുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ആൺ തേനീച്ചയുടെ സ്പേം ക്വീനിന്റെ എഗ്ഗും കൂടിച്ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന എഗ്ഗിൽ നിന്നും ഉണ്ടാകുന്നത് പെൺ തേനീച്ചകളാണ്. അതായത് ഇങ്ങനെയുള്ള ഫെർട്ടിലൈസേഷൻ നടന്ന എഗ്ഗിൽ നിന്നുമാണ് ക്വീനും വർക്കേഴ്സും ഉണ്ടാകുന്നത്. എന്നാൽ സ്പേമുമായി കൂടിച്ചേരാത്ത ക്വീനിന്റെ മുട്ടകൾ വിരിഞ്ഞാണ് ആൺ തേനീച്ചയായ ഡ്രോണുകൾ ഉണ്ടാകുന്നത്. ഇതിൽ സഹോദരിമാർ തമ്മിലാണ് കൂടുതൽ ബന്ധം.